കല്യാണിയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച വിലാസിനി ആന്റി മുതൽ ഇപ്പൊ ആനന്ദിനെ കല്യാണം കഴിച്ച് മൂത്ത മരുമകളാകാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഗംഗ വരെ. എന്തിന് ഒരു കാലത്ത് കല്യാണിയെ മരണത്തിലേക്ക് തള്ളിവിട്ട നമ്മളും സംശയത്തിന്റെ പട്ടികയിൽ വന്നേക്കാം. ഇതൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മാറിപ്പോയതും ആകാം. മതി മതി, നീ ഇനി അന്വേഷണ കമ്മീഷനൊന്നും പ്രഖ്യാപിക്കാൻ നിൽക്കണ്ട. നന്ദനെ, അതൊക്കെ വിട്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്ത് കാര്യം? ദേ, നീ ആ അരവിന്ദനെ എങ്ങനെയെങ്കിലും മയക്കെടുത്ത് നിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരണം. അതിന് അവന്റെ മനസ്സിലേക്ക് എളുപ്പം കയറി പറ്റാനുള്ള വഴി എന്താണെന്ന് ആലോചിക്ക്. അതൊന്നും അത്ര എളുപ്പമല്ലമ്മേ. ഒരു പ്രാവശ്യം ഞാനതിന് ശ്രമിച്ചതല്ലേ. പക്ഷെ അവന് മനസ്സിലായി ഞാൻ കാണിക്കുന്ന അടുപ്പം സത്യമല്ലാന്ന്. മറ്റൊരു വഴി ഞാൻ പറയാം. നീ നേരത്തെ പറഞ്ഞില്ലേ കല്യാണിയുടെ ലോകം ദാസാണെന്ന്? അതുപോലെ അരവിന്ദനും അവന്റേതായ ഒരു ലോകമുണ്ട്. അത് ആനന്ദ. ആ ആനന്ദിന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം കിട്ടിയ ആനന്ദ് കല്യാണി പ്രണയത്തിന് നീ സപ്പോർട്ടാണെന്ന് തോന്നിപ്പിച്ചാൽ ആനന്ദ് നിന്നോട് അടുക്കും. അരവിന്ദ് കൂടെ നിന്നാലേ അവൻ പോലും അറിയാതെ കരുക്കൾ നീക്കാൻ പറ്റൂ. ഈ നിമിഷം മുതൽ നീ അതിനുള്ള ശ്രമം തുടങ്ങണം. അവനോടടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള 2 പേര് ആനന്ദും കല്യാണിയും മാത്രമാണ്. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എടി മോളെ, കാര്യം നേടിയെടുക്കാൻ നമ്മൾ അല്പം താഴ്ന്നു നിൽക്കേണ്ടി വന്നാൽ താഴണം. ഭൂമിയോളം താഴണം. ശരിയമ്മേ, ഞാനൊന്ന് ശ്രമിക്കാം. വീണ്ടും ലാപ്ടോപ്പ് കുത്താൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിക്കേ. അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. പോരെ? കല്യാണി എത്തിയോ? അപ്പോ ദാസേട്ടൻ ലോക്ക്ഡൌൺ പിൻവലിച്ചു അല്ലേ? വല്ലുകുഞ്ഞെ, ഞാൻ കൊടുത്ത ഗുളികയില്ല അച്ഛന്. എന്താ കല്യാണി ഇത്? അത് കഴിഞ്ഞില്ലേ, വിട്. ദാസേട്ടനൊന്നും പറ്റിയില്ലല്ലോ. വിലാസിനി മേഡം പറയണേ, ഞാൻ അച്ഛന് വിഷം കൊടുത്തെന്നാ. വെറുതെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാമോ വല്ലുകുഞ്ഞെ? എനിക്ക് എന്റെ അച്ഛന് വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റുമോ? ഏയ്, എന്താ കല്യാണി ഇത്? ഇളയമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ പോട്ടെ. അല്ല, ദാസേട്ടന് വീണ്ടും നെഞ്ചുവേദന വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായോ? മറ്റാരെങ്കിലും അവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ആര്? വിലാസിനി മേഡവും ഗംഗയും വന്നിരുന്നു. തൃച്ചംബരത്തേക്ക് വരണമെന്നും ശമ്പളം വാങ്ങിയ മാത്രം പോരാന്നും പറഞ്ഞ് കുറെ സംസാരിച്ചു. ഇങ്ങനെ പോയാ അച്ഛൻ കുറെ വെള്ളം കുടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാ തിരിച്ചു പോയത്. എങ്കിനി ചിന്തിക്കാനൊന്നുമില്ല. അവര് തന്നെ ആയിരിക്കും ആ ടാബ്ലറ്റ് മാറ്റിയത്. അതിനുവേണ്ടി മാത്രം അവരവിടെ വന്നത്. എന്തിന്? എന്റെ പാവ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവുക? നേട്ടം എന്താണെന്ന് അറിയില്ലേ? ദാസേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ ആ കുറ്റം നിന്റെ പേരിൽ ചുമത്തി നിന്നെ ജയിലിലടയ്ക്കാം. അതോടെ അവരുടെ ഉദ്ദേശം നടക്കുമല്ലോ. എന്തുദ്ദേശം? ഉദ്ദേശം നിന്നെ ജയിലിലാക്കി നിന്നോടുള്ള പ്രതികാരം വീട്ടാം. മാത്രമല്ല, നീ ജയിലിലായ പിന്നെ ഗംഗയുടെ കല്യാണത്തിന് നീ ഒരു തടസ്സമാവില്ലല്ലോ. കല്യാണി, എന്റെ താലി നിന്റെ കഴുത്തിലേറുന്നത് വരെ നീ സൂക്ഷിക്കണം.
ഹലോ, ആ കേൾക്കാം, പറഞ്ഞു. ആ ശരി. കല്യാണി അല്ലേ? അതെ. ആ ഷുവർ, ഞാൻ എത്തിക്കോളാം. ഏയ് ഇല്ലില്ല, അമ്മ ഉടനെ എത്തുമായിരിക്കും. ശരി, ഓക്കെ, വെച്ചോ. എക്സ്ക്യൂസ് മീ സർ. ആ ശ്രീനിവാസ്, അങ്ങോട്ടിരിക്കും, ഞാൻ വരാം. ശരി സർ. സർ, ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഈ ഫയലുകളൊക്കെ സൈൻ ചെയ്യാത്തെന്താ? സർ അത് ഇതെന്റെ വീടാണ്, ഓഫീസല്ല. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. സർ, ഈ ഫയൽ എങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ വന്നു? ഇത് ഓസ്ട്രേലിയൻ ഷിപ്പിംഗ് ഫയലല്ലേ? സർ അത് അറിയാതെ എടുത്തതാണ്. എന്താണ് ശ്രീനിവാസ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. അത് കറക്റ്റ് ചെയ്ത് നാളെ രാവിലെ ഈ ഫയൽ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ശരി സർ. ആ പിന്നെ ഓക്കെ. ഹലോ ഗിരീഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആനന്ദ്. ഞാൻ കേരളത്തിലെത്തി. നമുക്ക് നേരിട്ടൊന്ന് കാണണമല്ലോ. ആ അതിനെന്താ, ഞാൻ ഓഫീസിലേക്ക് വരാം. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, തൃച്ചംബരത്തേക്ക്. നമ്മുടെ കഥാപാത്രം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഗംഗയെ കുറിച്ച് അത് നേരിട്ട് സംസാരിക്കാം. ആ അന്വേഷണം ഏതാണ്ട് ക്ലൈമാക്സിൽ എത്തിയെന്ന് തന്നെ പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ കേരളത്തിലേക്ക് വന്നത് തന്നെ. ഷീ ഈസ് എ വെരി വെരി ഡേഞ്ചറസ് ഗേൾ. ബി കെയർഫുൾ. അതെനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ നിഗൂഢതകൾ അവളിലുണ്ട്. നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ. എനിവേ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ കല്യാണി, ഇന്ന് ചില സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കും. എന്തു പറ്റി വലിയ? വരട്ടെ, പറയാം. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുമെന്നോ? ഞാനിവിടെ തന്നെ ഉണ്ടാവണമെന്നോ? എന്തായിരിക്കും വലിയ ഉദ്ദേശിച്ചത്? മാഡം, ജ്യൂസ്.
കല്യാണി നിക്ക്. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. പഴയ കല്യാണി അല്ല നീ. അല്ലെങ്കിൽ ഫേഷ്യലി ചുണ്ണാമ്പ് മിക്സ് ചെയ്ത് എന്റെ മുഖം പൊള്ളിക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു. മാഡം എന്തൊക്കെയായി പറയണേ? ഞാൻ ഫേഷ്യൽ പാക്കില് ചുണ്ണാമ്പ് കലർത്തിയെന്നോ? ഞാൻ മാഡത്തിനോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന്? വിലാസിനി ആന്റിയ അന്ന് ഫേഷ്യൽ ക്രീമിൽ നീ ആ ചുണ്ണാമ്പ് കലർത്തിയെന്ന് പറഞ്ഞത്. അത് വിശ്വസിച്ച ഞാനാ തെറ്റുകാരി. സോറി കല്യാണി, അത് നീ ചെയ്തതല്ലെന്നറിഞ്ഞപ്പോ വല്ലാത്ത വിഷമമായി. ഏയ്, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. നിന്റെ ഈ മനസ്സും നിഷ്കളങ്കതയും ഒരു കാര്യത്തിലും നിന്നെ പരാജയപ്പെടുത്തില്ല. സ്നേഹിക്കാനും അനുസരിക്കാനും മാത്രം അറിയാവുന്ന നിന്നെ ദൈവം ഒരിക്കലും കൈവിടില്ല. അതിന് നിന്റെ മുന്നിൽ തന്നെ ഉദാഹരണം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ദാസേട്ടനെ ഇല്ലാതാക്കി ആ കുറ്റം നിന്റെ ചുമലിലാക്കാൻ നോക്കിയതായിരിക്കും വിലാസിനി ആന്റിയും ഗംഗയും ഒക്കെ. എന്നിട്ട് എന്തായി? നിന്റെ വിളിപ്പുറത്തമ്മ നിന്നെ കാത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പൊ ദൈവം മാത്രമല്ല കൂട്ടിന്, ഇനി ഞാനും ഉണ്ടാവും നിന്റെ കൂടെ. കുറ്റബോധം കൊണ്ടല്ല, നിന്റെ മനസ്സ് മനസ്സിലാക്കിയതുകൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട്. സത്യം, തിരിച്ചറിവുണ്ടാവാൻ അല്പം വൈകി. ഞാനിപ്പോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മയുടെ മരുമകളായി നിൽക്കുന്നെങ്കിൽ അതിന് കാരണം വേറെ ആരുമല്ല, നീ മാത്രോ. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്തെടുക്കാൻ ഇവിടെ നിൽക്കുന്നത്? എല്ലാം കഴിഞ്ഞു, കളഞ്ഞിട്ട് വാ. വരാൻ. കാല് പിടിക്കാം, ഈ കല്യാണം നടക്കണം പ്ലീസ്. ഒരുപാട് കടപ്പാടുണ്ട് നിന്നോട്. ആ കടങ്ങളൊക്കെ വീട്ടണം എനിക്ക്. അയ്യോ, അങ്ങനെയുള്ള മഹത്തരങ്ങളായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല മാഡം. പഴയതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ആരെയും പ്രീതിപ്പെടുത്താനും വേദനിപ്പിക്കാനൊന്നും കല്യാണി ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് കടപ്പാടിന്റെയും കടങ്ങളുടെയും കണക്കുകളൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല. എന്റെ ശരികളെ ഞാൻ ചെയ്യൂ, അന്നും ഇന്നും എന്നും. ഞാൻ പോട്ടെ, മഹേശ്വരി മാഡത്തിന് ജ്യൂസ് കൊടുക്കണം. കല്യാണി നിൽക്കേ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ആരും കാണാതെ പോയ ഈ വിലമതിക്കാനാവാത്ത മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരാള് തൃച്ചംബരത്തുണ്ടെന്ന് എനിക്കറിയാം. അരവിന്ദ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അരവിന്ദിനൊപ്പം ഞാനും ഉണ്ടാവും. വിശ്വസിക്കാം. ജ്യൂസ് കൊണ്ടുകൊടുക്ക, അമ്മ റൂമിൽ കാണും.
സുധേ, ഒരുപാട് സങ്കടങ്ങൾ വന്ന് മനസ്സ് നിറയുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയണം. അല്ലെങ്കിൽ അതവിടെ കിടന്ന് വിങ്ങി പൊട്ടിത്തെറിക്കും. അതായിപ്പോൾ എൻ്റെ അവസ്ഥ. എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ നീയല്ലാതെ മറ്റാരാ ഉള്ളേ? ഞാൻ എൻ്റെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടാ പറയാ? എന്താ ഇപ്പോഴും നിനക്ക് സമാധാനം തരില്ല എന്നാണോ? എനിക്കറിയാം, നീ ജീവനോടിരിക്കുന്ന സമയത്ത് ഒരു തരി പൊന്നോ ഒരു നല്ല സാരിയോ ഒന്നും വാങ്ങിത്തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിവൃത്തികേടുകൊണ്ടാ സുധേ. ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കും മക്കളുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടി ജീവിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് മറക്കുന്ന ഒരു ജീവി ഈ ഭൂമിയിലുള്ളൂ, അച്ഛൻ. നീ പോയപ്പോ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? അവരിപ്പോ വളർന്നു. ഇപ്പൊ മക്കളെ എന്നേക്കാൾ ഉയരത്തിലാ പറക്കുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ മരിക്കും മുമ്പ് നീ അവസാനമായിട്ടും പറഞ്ഞു പോയത്? മോളെ രാജകുമാരിയെ പോലെ നോക്കണമെന്ന്. അങ്ങനെ തന്നെ വളർത്തി. പക്ഷെ രാജകുമാരിയെ പോലെ സ്വപ്നം കാണുമെന്ന് ഞാൻ കരുതിയില്ല. ആ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സമാവും തോന്നിയപ്പോ നമ്മളെ മോളെന്താ ചെയ്തെന്നറിയോ സുധേ? അവളെന്നെ വേദനിച്ചു സുധേ. ഒരു നിമിഷം കൊണ്ട് ഞാനൊരു വട്ടപ്പൂച്ചയായി. അച്ഛൻ കരയാ? എന്താ അച്ഛ ഇത്? എനിക്ക് സഹിക്കില്ല. അച്ഛൻ കരയല്ലേ? അച്ഛൻ വെറുതെ അമ്മയോട് ഇങ്ങനെ. അനികുട്ട, അച്ഛൻ ചോദിച്ച എന്റെ മോൻ സത്യം പറയോ? വരുന്നല്ല, അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. എന്താ അച്ഛ? എന്താ അച്ഛ? അച്ഛൻ മാറിക്കഴിച്ച ഗുളികയില്ലേ, അതെന്തിന്റെ ചേച്ചിക്ക് എവിടുന്നാ കിട്ടിയേ? എനിക്കറിയില്ല അച്ഛാ. ചേച്ചി കുറച്ച് നാളായത് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഒരവസരം നോക്കി അല്ലേ കുട്ടാ? എനിക്കറിയില്ല അച്ഛാ. ചേച്ചി അങ്ങനെ ചെയ്യില്ല. ചേച്ചിക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവനാ. എത്ര സങ്കടം വന്നാലും അച്ഛന്മാര് കരയാത്തത് മറ്റൊന്നുമല്ല. മക്കളുടെ മുമ്പിൽ വെച്ച് കണ്ണു നിറഞ്ഞ അവരുടെ കുഞ്ഞു മനസ്സ് വേദനിച്ചാലോ എന്ന് കരുതിയ. ആ ഗുളിക എന്റെ മോള് തന്നതല്ലാന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ അച്ഛൻ പലതവണ നോക്കി. മനസ്സത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. മോനെ, ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ മടിക്കണ്ടെന്ന് പറയണം നീ. അച്ഛനൊരു അപേക്ഷയുണ്ട്. വേദനിപ്പിക്കാതെ വേണം അച്ഛനെ കൊല്ലാന്ന് നീ അവളോട് പ്രത്യേകം പറയണം. Huh.